2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം ഒന്നടങ്കം ഉറ്റുനോക്കിയത് ഒരാളിലേക്കാണ്. ജോസഫ് വിജയ് എന്ന ദളപതി. സിനിമാ തിരശ്ശീലയിലെ സൂപ്പർ താരത്തിൽ നിന്ന് തമിഴ്നാടിന്റെ ഭരണചക്രത്തിലേക്ക് അദ്ദേഹം നടന്നു കയറുമ്പോൾ ഒരു ചരിത്രരേഖ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. 17 വർഷം പഴക്കമുള്ള ഒരു ഫോട്ടോ. യുവനായകനായിരുന്ന വിജയും കോൺഗ്രസിന്റെ യുവരക്തമായിരുന്ന രാഹുൽ ഗാന്ധിയും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം. ഇന്ന് വിജയ് മുഖ്യമന്ത്രി കസേരയിലേക്ക് അടുക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുമായി ആദ്യം എത്തിയത് കോൺഗ്രസ് ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? വെറുമൊരു രാഷ്ട്രീയ അവസരവാദം മാത്രമാണോ ഇത്? അതോ 17 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ച് നടന്ന ആ രഹസ്യ കൂടിക്കാഴ്ചയിൽ ഇതിനെല്ലാം അടിത്തറ പാകിയിരുന്നു? അന്ന് വിജയും രാഹുലും പങ്കുവച്ച ആ സ്വപ്നം എന്തായിരുന്നു? എന്തുകൊണ്ട് അന്ന് അവർക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ല? നമുക്ക് കാലം കുറച്ച് പുറകോട്ടൊന്ന് പോകാം. വർഷം 2009. തമിഴ് സിനിമയിൽ ഇളയ ദളപതി എന്ന സിംഹാസനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു വിജയ്. രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി വലിയൊരു മാറ്റത്തിന്റെ വക്താവായി ഉയർന്നു വരുന്നു. ആ വർഷം ഓഗസ്റ്റിലാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെ അന്ന് ഞെട്ടിച്ച ആ കൂടിക്കാഴ്ച നടക്കുന്നത്. വിജയ് തന്റെ അച്ഛൻ എസ് എ ചന്ദ്രശേഖറിനൊപ്പം ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് കണ്ടു. ഏകദേശം 1 മണിക്കൂറോളം ആ ചർച്ച നീണ്ടുനിന്നു. ഇതൊരു വെറും സന്ദർശനമായിരുന്നില്ല. രാഷ്ട്രീയത്തിലേക്കുള്ള വിജയിന്റെ ചുവടുവെപ്പിനെ കുറിച്ചുള്ള ആദ്യ ഗൗരവകരമായ ചർച്ചയായിരുന്നു അത്. പിന്നീട് വിജയ് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലൊരു വ്യക്തി എന്നെ കാണാൻ വിളിച്ചപ്പോൾ അതൊരു പ്രാങ്ക് കോളാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ അത് സത്യമായിരുന്നു. ഷൂട്ടിംഗ് മാറ്റിവെച്ച് ഞാൻ ഡൽഹിയിലേക്ക് പറന്നു. വിജയിന്റെ വാക്കുകളിൽ അന്ന് വലിയൊരു ആദരവുണ്ടായിരുന്നു. എന്തായിരുന്നു ആ കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം? അന്ന് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: യുവാക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക. തമിഴ്നാട്ടിലെ യുവജനങ്ങളുടെ ഹരമായ വിജയിനെ കോൺഗ്രസിന്റെ ഭാഗമാക്കാൻ രാഹുൽ അന്ന് ആഗ്രഹിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം വിജയിനെ തമിഴ്നാട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാനും രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നു. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രങ്ങളോട് വിജയിന്റെ കുടുംബത്തിന്, പ്രത്യേകിച്ച് പിതാവ് എസ് എ ചന്ദ്രശേഖറിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. വിജയ് കേവലം ഒരു പാർട്ടി മെമ്പർ മാത്രമാകാനല്ല, മറിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പദവിയിലേക്കാണ് രാഹുൽ അദ്ദേഹത്തെ ക്ഷണിച്ചത്. അന്ന് ആ സഖ്യം നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ തമിഴ്നാട് രാഷ്ട്രീയം ഇന്ന് കാണുന്ന രീതിയിലാവില്ലായിരുന്നു. പക്ഷേ ആ സ്വപ്നം അന്ന് പാതി വഴിയിൽ തകർന്നു. അതിനു പിന്നിൽ വലിയൊരു രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് വിജയ് അന്ന് കോൺഗ്രസിൽ ചേരാതിരുന്നത്? ഇതിനു പിന്നിൽ തമിഴ്നാട്ടിലെ അന്നത്തെ ഭരണകക്ഷിയായിരുന്ന DMK-യുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. അന്ന് കോൺഗ്രസിന്റെയും DMK-യുടെയും സഖ്യവും ശക്തമായിരുന്നു. വിജയ് കോൺഗ്രസിലേക്ക് വരുന്നത് DMK-യെ സംബന്ധിച്ച് വലിയൊരു ഭീഷണിയായിരുന്നു. തമിഴ് സിനിമാ മേഖല പൂർണ്ണമായും കരുണാനിധി കുടുംബത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന കാലം. രാഷ്ട്രീയ പ്രവേശനം നടത്തിയാൽ അത് വിജയിന്റെ സിനിമാ കരിയറിനെ ബാധിക്കുമെന്ന് അന്നത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകി. ഇതിനു പുറമെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച നിബന്ധന പ്രകാരം വിജയ് തിരഞ്ഞെടുപ്പിലൂടെ യൂത്ത് കോൺഗ്രസ് നേതാവായി വരണമായിരുന്നു. സിനിമയിലെ സൂപ്പർ താര പദവിയിൽ നിന്ന് താഴേക്കിറങ്ങി ഒരു സംഘടനാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ അന്ന് വിജയ് തയ്യാറായിരുന്നില്ല എന്നും പറയപ്പെടുന്നു. അങ്ങനെ ആ കൂടിക്കാഴ്ച വെറുമൊരു ഓർമ്മയായി മാറി. വിജയ് തന്റെ സിനിമകളിലേക്ക് മടങ്ങി. രാഹുൽ ദേശീയ രാഷ്ട്രീയത്തിലും. അവർക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടായതായി പുറമേ തോന്നിച്ചെങ്കിലും ആ സൗഹൃദം ഒരിക്കലും അവസാനിച്ചിരുന്നില്ല എന്ന് ഇന്ന് വ്യക്തമായിരിക്കുകയാണ്. 2009 ശേഷം വിജയ് തന്റെ രാഷ്ട്രീയ മോഹങ്ങൾ സിനിമാ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിപ്പിച്ചു. പക്ഷെ തന്റെ ഫാൻസ് അസോസിയേഷനായ വിജയ് മക്കൾ ഇയക്കം വഴി അദ്ദേഹം താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഓരോ സിനിമയിലും അദ്ദേഹം ജനങ്ങളോട് സംസാരിച്ചു തുടങ്ങി. സിസ്റ്റത്തെ ചോദ്യം ചെയ്തു. അഴിമതിക്കെതിരെ ശബ്ദമുയർത്തി. ഓരോ സിനിമയുടെ ഓഡിയോ ലോഞ്ചിലും അദ്ദേഹം നൽകിയ പ്രസംഗങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയത്തിനുള്ള മുന്നറിയിപ്പുകളായിരുന്നു. ഇതിനിടയിൽ 2024 അദ്ദേഹം തന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകം പ്രഖ്യാപിച്ചു. എന്നാൽ ഈ വർഷങ്ങളിലൊന്നും അദ്ദേഹം കോൺഗ്രസിനെയോ രാഹുൽ ഗാന്ധിയോ തള്ളിപ്പറഞ്ഞില്ല. രാഹുലിന്റെ ജന്മദിനത്തിന് വിജയ് ആശംസകൾ അയക്കുമായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. രാഹുൽ തിരിച്ചും വിജയനോട് സൗഹൃദം പുലർത്തി. ആ ഒരു നിശബ്ദമായ ബന്ധം അവർക്കിടയിൽ എന്നും ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. 2026 മെയ് മാസം തമിഴ്നാട് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ വിജയിന്റെ TVK 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി. പക്ഷെ ഭരിക്കാൻ ആവശ്യമായ 118 എന്ന സഖ്യയിലേക്ക് എത്താൻ 10 സീറ്റുകൾ കൂടി വേണം. ഈ സാഹചര്യത്തിലാണ് 17 വർഷം മുമ്പ് തുടങ്ങിവെച്ച ആ ബന്ധം വീണ്ടും സജീവമാകുന്നത്.
DMK സഖ്യത്തിലായിരുന്ന കോൺഗ്രസ് വിജയിന്റെ മതേതര നിലപാടുകളെയും ഭരണഘടനയോടുള്ള ബഹുമാനത്തെയും മുൻനിർത്തി അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നേടിയ 5 സീറ്റുകൾ വിജയിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായി. 17 വർഷങ്ങൾക്ക് മുമ്പ് വിജയിന്റെ അച്ഛൻ ആഗ്രഹിച്ച ആ സഖ്യം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. രാഹുൽ ഗാന്ധിയും വിജയും ഇന്ന് പരസ്പര പൂരകങ്ങളായി മാറിയിരിക്കുന്നു. DMKയും AIADMKയും മാറ്റി നിർത്തി ഒരു പുതിയ തമിഴ്നാട് കെട്ടിപ്പടുക്കാൻ അവർ ഒന്നിക്കുകയാണ്. എന്തുകൊണ്ടാണ് വിജയ് മറ്റു കക്ഷികളെക്കാൾ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്നത്? ഉത്തരം ലളിതമാണ്: പ്രത്യയശാസ്ത്രം. വിജയ് തന്റെ പ്രസംഗങ്ങളിലെല്ലാം ഊന്നിപ്പറയുന്നത് മതേതരത്വത്തെയും സാമൂഹിക നീതിയെക്കുറിച്ചാണ്. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിച്ചു. കോൺഗ്രസിന്റെ ദേശീയ കാഴ്ചപ്പാടുകളും വിജയിന്റെ പ്രാദേശിക ആവശ്യങ്ങളും തമ്മിൽ ഒരു പൊരുത്തമുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിക്കുന്ന ഭരണഘടനാ സംരക്ഷണം തന്നെയാണ് വിജയിയുടെയും മുദ്രാവാക്യം. അതുകൊണ്ടാണ് കേവലം സീറ്റുകളുടെ എണ്ണം നോക്കാതെ അവർ ഒന്നിക്കാൻ തീരുമാനിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വിജയ് ഇന്ന് തമിഴ്നാടിന്റെ മുഖമാണ്. രാഹുൽ ഗാന്ധിക്ക് തമിഴ്നാട്ടിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ കരുത്തും സൗഹൃദവുമാണ് ഇത്. സിനിമയിലെ വിജയത്തെക്കാൾ വലുതാണ് ജനഹൃദയങ്ങളിലെ വിജയം എന്ന് തെളിയിക്കാൻ ദളപതി ഒരുങ്ങിക്കഴിഞ്ഞു. രാഹുലും വിജയും ചേർന്നുള്ള ഈ യാത്ര തമിഴ്നാടിന് എന്ത് നൽകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.